പൊന്നെ ഏട്ടാ മലയക്കോട്ടെ വാലിബൻ്റെ റിവ്യൂ ആദ്യം ഇറങ്ങട്ടെ, എന്നിട്ട് ഇത് കുഴപ്പമില്ലായിരുന്നു, വിചാരിച്ചത്ര കിട്ടില്ലായിരുന്നു. നോവല് കണ്ടില്ല, റിവ്യൂ ഒന്നും അറിയാതെ ചുമ്മാ കാണാൻ പോയി. കുഴപ്പമില്ല, വീക്ഷത്രയൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താ ഇത് ബുക്കിൻ്റെ അത്ര കുറച്ച് കാര്യങ്ങൾ ഞാൻ എവിടെയൊക്കെ വായിച്ചത് അത്രയൊന്നും വന്നില്ല. പടം സൂപ്പർ പടമായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയം പൊള്ളി, ഒരേ കളർ സാധനം കൊള്ളാം. അടിപൊളിയായിരുന്നു. ഒരു റിയൽ ലൈഫാണല്ലോ, അത് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിജീവിക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട്, ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് ചത്തുപോയനെ അവിടെ കിടന്ന്. നല്ലതായിരുന്നു, നല്ല ഫീലിങ്സ് ഉള്ള ഒരു ഇതായി. പൃഥ്വിരാജിൻ്റെ അഭിനയം നന്നായിരിക്കുന്നുണ്ട്. സൂപ്പർ പിക്ചർ. കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നല്ല അഭിനയമാണ്, പൃഥ്വിരാജിൻ്റെ അഭിനയം അടിപൊളി. മലയാള സിനിമൻ്റെ സീന് മാറ്റിയ പടമാണ്. അടിപൊളി പടമാണ്, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ടിങ് ആണെങ്കിലും കഥയാണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഫീലായി, ഭയങ്കര ഇഷ്ടമായി. അതല്ല, നമ്മൾ ബുക്ക് വായിച്ചെന്തോ ആ ബുക്കിലുള്ള സെയിം സാധനം തന്നെ പടത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓരോ ബുക്ക് വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ, നജീബ് ആര് ഹമീദ് ആര് എന്നുള്ള ആ രീതിയിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച എന്തോ ആ കഥ നല്ല വൃത്തിക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. അവാർഡ് കിട്ടണം, അത്രയ്ക്ക് സക്സസ്ഫുള്ളായിട്ട് നല്ല ഫിലിമാണ്. അവാർഡ് കിട്ടാനുള്ള ഒരു ഫിലിമാണ്. അത്രയ്ക്ക് ഇത് ഉണ്ടായിരുന്നു, ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു, നന്നായിട്ടും ഉണ്ടായിരുന്നു. നടിപ്പ് എക്സ്പെക്റ്റ് ചെയ്തത് ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പൃഥ്വിരാജ് നടിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, അതവിടെ കൂടുതലുണ്ടായിരുന്നു. അതും എടുത്തു പറയേണ്ടതാണ്. ഭയങ്കര അടിപൊളി പടമാണ്. എന്താ നല്ല പടമായിരുന്നു, കിടിലായിരുന്നു. കഥയൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, ഓൾറെഡി കഥയൊക്കെ അറിയുന്നതാണ്. എന്താ പറയുക, ആ ഒരു പൃഥ്വിരാജിന് എന്തായാലും ഒരു അവാർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പടമാണിത്. അത് കിട്ടും, ഉറപ്പാണ്. ഇത്രയും കിടിലാണ്, അവൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല പടം, നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടർ പൃഥ്വിരാജ്, എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പൃഥ്വിരാജ് സൂപ്പർ, ഒരു നാഷണൽ അവാർഡിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നല്ല പടം. നല്ല മൂവിയാണ്. കരഞ്ഞ് വയ്യ, നല്ല മൂവിയാണ്. ഇല്ല ഉറപ്പായിട്ട് മാറിയിട്ടില്ല. നല്ല സൂപ്പർ സിനിമ. പൃഥ്വിരാജ് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ കാണുന്ന കഷ്ടപ്പെട്ടതെല്ലാം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നല്ല സിനിമ, നല്ല പടം. ഒരാളുടെ ജീവിതം കണ്ടു. പൃഥ്വിരാജൊക്കെ അടിപൊളിയായിട്ട് തന്നെ, പുള്ളി എങ്ങനെ ആണോ പുള്ളി അതുപോലെ തന്നെ അഭിനയിച്ചു. എല്ലാ പടങ്ങളിലും പുള്ളി അഭിനയിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചായിരുന്നു. നല്ലൊരു ഫീൽ കിട്ടി. ഇപ്പോൾ ഞാൻ വളരെ ഇമോഷണലായി. അത് എടുത്തിരിക്കുന്ന രീതി, പൃഥ്വിരാജിൻ്റെ അഭിനയം എല്ലാം കൊണ്ട് നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു ഓസ്കാർ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അത്ര പറയാനുള്ളൂ. വളരെ ഇമോഷണലായി, വളരെ ഫീലായി. നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ലോകത്ത് ഓരോ രാജ്യത്തും പോയി ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന ആ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ നമുക്കറിയാം തന്നെ, ഫോറിൻ റെമിറ്റൻസിൻ്റെ വളരെ വലിയൊരു സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ എക്കണോമി ഒരുപാട് മുമ്പിലേക്ക് നമുക്ക് വന്നത്. അപ്പോൾ അറബ് ബൂമൊക്കെ ഉണ്ടായ സമയത്തും എത്രയോ ആൾക്കാർ ഇതുപോലെ ഇത്തരം വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു അനുഭവത്തെ നമുക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എനിക്ക് ആകെ പറയാനുള്ള കാര്യം, ഇത് ഓസ്കാറിന് പോകാൻ പറ്റുന്നൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഓസ്കാർ ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിലാൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രം. നല്ല പടം, ഒരു അവാർഡ് വിന്നിങ് പടം. കാരണം നമ്മുടെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ആ ആക്ടിംഗ് ആണ് ആ സിനിമയിൽ പറയുന്നത്. ഫുള്ള് ട്രൂ സ്റ്റോറി ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ അതിൽ ജീവിക്കും. നൈസ് പടമായിരുന്നു, എല്ലാവരും പോയി കാണേണ്ട പടമാണ്.